ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ പോളിസിനെ കുറിച്ചിട്ടാണ്. ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. 2025 ശേഷം ഈ ഒരു പോളിസി അനുസരിച്ചിട്ടാണ് എല്ലാവരുടെയും ചാനൽ മോണിറ്റൈസേഷൻ ലഭിക്കുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോളിസി ചേഞ്ചസിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തും കാണിച്ചു തരുന്നുണ്ട്. ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന, അതായത് ഫേസ്ബുക്കിൻ്റെ തന്നെ ഒഫീഷ്യൽ പേജിൽ വന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ്, അതായത് ഒന്നും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഫേസ്ബുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ, ഒറിജിനൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ ഒന്നും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, പോളിസി ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരാൾക്ക് ഒന്നിലധികം പേജൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒന്നിലധികം പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ സ്വന്തം വീഡിയോ ആയിരിക്കും, അത് ഒരുപാട് പേജിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ഏണിങ്സ് ലഭിക്കാനും അതുപോലെ തന്നെ റീച്ച് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി ആ കാര്യം നടപ്പുള്ളതല്ല. അതായത് ഒറിജിനൽ കണ്ടൻറ്റ് ഏത് ചാനലിലാണോ ഇടുന്നത്, ഏത് പേജിലാണോ ഇടുന്നത്, അതിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ മറ്റുള്ള പേജുകളിലൊന്നും അത് റിപ്പീറ്റ് ആയിട്ട് ഇടാൻ പറ്റത്തില്ല. അതിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല, ആ പേജിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്നും കൂടി സ്ട്രോങ്ലി, അതായത് ഒറിജിനൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് സ്ട്രോങ്ലി ഫേസ്ബുക്ക് ഇത്തരത്തിലുള്ള കാര്യം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ന്യൂ ഓൺ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങോട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പാറ്റിംഗ് അൺഒറിജിനൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അൺഒറിജിനൽ കണ്ടൻറ്റിനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ, അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാണ് ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ റെഡ്യൂസിങ് അൺഒറിജിനൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് അൺഒറിജിനൽ കണ്ടൻറ്റ് പറഞ്ഞാൽ സ്ട്രോങ്ലി ഇവിടെ നമുക്ക് മറ്റുള്ള കണ്ടൻറ്റ്, പലവിടെ നിന്നുള്ള വീഡിയോസൊക്കെ ഇടുന്നവർ, മറ്റുള്ള കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ആയിക്കോട്ടെ പോസ്റ്റ് ആയിക്കോട്ടെ, പലവിടെ നിന്ന് എടുത്തിട്ടുള്ളത്, മറ്റുള്ള പേജിൽ നിന്ന് തന്നെ കട്ടെടുത്തിട്ട് ഇടുന്നത്, അത്തരത്തിലുള്ള റിപ്പീറ്റ് ആയിട്ട് ഇടുന്നത്, ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് ചെയ്യുന്നവരുടെയൊക്കെ അവരുടെയൊക്കെ മോണിറ്റൈസേഷൻ പോകുന്നതായിരിക്കും. അവരുടെയൊക്കെ മോണിറ്റൈസേഷൻ ഇത്തരത്തിൽ ഫേസ്ബുക്ക് കൊടുക്കുന്നതായിരിക്കില്ല, അവർക്കൊന്നും പൈസ സമ്പാദിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് താഴെ കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. വാട്ട് ടു എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫേസ്ബുക്ക് ഒറിജിനൽ കണ്ടൻറ്റ് ആരാണോ ഷെയർ ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ വേറൊരു പേജിലോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കും ഇവിടെ ഒറിജിനൽ ബൈ, ഇവിടെ കണ്ടോ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒറിജിനൽ ബൈ എൻ്റെ പേര് എന്താ ഷെമീർ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്നാണെങ്കിൽ ഒറിജിനൽ ബൈ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് കാണിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പേജിൻ്റെ ഒറിജിനൽ ഓണറിൻ്റെ അടുത്തേക്ക് ആ വ്യൂവേഴ്സ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒറിജിനൽ കണ്ടൻറ്റ് ആരെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള അവിടെ കാണിക്കും. അപ്പം മറ്റുള്ളവർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും. അതായത് ഒരിക്കൽ പണി കിട്ടില്ല, ഇങ്ങനെ ഒറിജിനൽ കണ്ടൻറ്റ് എടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാണിക്കും. പിന്നെ തുടരെ ഇത് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ റീച്ചിനെ ബാധിക്കും, അവരുടെ പെർഫോമൻസിനെ ബാധിക്കും, അവരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷനെ ബാധിക്കും. ആ ഒരു പേജിൻ്റെ മോണിറ്റൈസേഷൻ ഫേസ്ബുക്ക് എടുത്തു കളയുന്നതായിരിക്കും. അവർക്ക് പിന്നെ മോണിറ്റൈസേഷൻ കൊടുക്കുന്നതില്ല, പിന്നെ പെർഫോമൻസും കൊടുക്കുന്നതില്ല. ആ ചാനൽ റീച്ച് ഇല്ലാതെ അങ്ങനെ പോകുന്നതായിരിക്കും, റീച്ച് പെർഫോമൻസ് ഒന്നും കൊടുക്കുന്നതായിരിക്കില്ല. പിന്നെ ഇവിടെ ഫേസ്ബുക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഇത്തരത്തിൽ അൺഒറിജിനൽ കണ്ടൻറ്റ് ആരെങ്കിലും കോപ്പി ചെയ്തിട്ട് ഇത്തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് അവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇത്തരത്തിൽ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒറിജിനൽ കണ്ടൻറ്റ് ആരാണോ ഓണർ, അതിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് ചെയ്യുന്നത്. എൻ്റെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാതെ എനിക്ക് കാത്തു സൂക്ഷിക്കണം, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം? ഇത് ഒരുപാട് ക്രിയേറ്റേഴ്സ് തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ഫേസ്ബുക്ക് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ കണ്ടോ, കണ്ടൻറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം പറയുന്നത് പോസ്റ്റ് ഒറിജിനൽ കണ്ടൻറ്റ്, നല്ല ഒറിജിനൽ കണ്ടൻറ്റ് മാത്രം പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള ഒറിജിനൽ കണ്ടൻറ്റുകൾ, നിങ്ങളുടേതായിട്ടുള്ള പോസ്റ്റ്, നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി, നിങ്ങളുടേതായിട്ടുള്ള ടെസ്റ്റ് കാര്യങ്ങൾ, പോസ്റ്റ് എല്ലാം ഇതിൽ കൊടുക്കാമല്ലോ. ഫേസ്ബുക്കിൽ എല്ലാത്തിൽ നിന്ന് പൈസ കിട്ടുന്നതായിരിക്കും. പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഒറിജിനൽ കണ്ടൻറ്റ് ആയിരിക്കണം എന്ന് മാത്രം, നമ്മുടെ സ്വന്തം ആയിരിക്കണം എന്ന് മാത്രം, ഇത്തരത്തിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ പറയുന്നത് നമ്മുടേതായിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അത് എഡിറ്റിംഗ് പർപ്പസ്. രണ്ടാമത് പറയുന്നത് എഡിറ്റിംഗ് പർപ്പസ് ഉണ്ട്, വോയിസ് ഓവർ ഉണ്ടായിരിക്കണം, കോമൻട്രി ആയിരിക്കണം. ഓക്കെ, ഇത്തരത്തിൽ നമ്മുടേതായിട്ടുള്ള മെയിൻ എഫേർട്ട് നമ്മൾ ചെയ്തിരിക്കണം, അതാണ് രണ്ടാമത് പറയുന്നത്. പിന്നെ ടെൽ എ സ്റ്റോറികൾ നന്നായി പറയുന്ന ചാനലായിരിക്കണം. അതായത് ഒരുപാട് ആളുകൾക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റോറികൾ, നല്ല പെർഫോമൻസ് ആയിട്ടുള്ള സ്റ്റോറികളും നല്ല രീതിയിലുള്ള സ്പീച്ചുകളും ഒക്കെ ആയിരിക്കണം നമ്മുടെ വീഡിയോസിൽ വേണ്ടത്. പിന്നെ പറയുന്നത് അവോയ്ഡ് വാട്ടർമാർക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന വീഡിയോസിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതിൽ വാട്ടർമാർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് യൂസ് ഹൈ ക്വാളിറ്റി ക്യാപ്ഷൻസ്, നല്ല ക്വാളിറ്റി ക്യാപ്ഷൻസ് ഇവിടെ കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഹാഷ്ടാഗ് ആയിക്കോട്ടെ, എന്തൊരു ക്യാപ്ഷൻ ആയിക്കോട്ടെ, നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫേസ്ബുക്കിൽ ഇവിടെ ടോട്ടലായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ. ഇനി ഇവിടെ പറയുന്നത് എന്തെങ്കിലും, അതായത് നമ്മുടെ ഈ ഒരു പേജ് ഉണ്ടല്ലോ,
പോസ്റ്റ് ലെവൽ ഇൻസൈറ്റ്, അതായത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞുള്ള പേജ് ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്യണം എന്നുള്ളത് മസ്റ്റായി പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ആ ഒരു എററിനെ നിങ്ങൾ സോൾവ് ചെയ്യുക. ഓക്കെ, ഇതും ഫേസ്ബുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഡാഷ്ബോർഡൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും എറർ കാര്യങ്ങളൊക്കെ, ചിലർക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാൻ വരും, ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ടാക്സ് ഇൻഫർമേഷനൊക്കെ കൊടുക്കുമ്പോൾ സെയിം നെയിം, എന്താണ് നിങ്ങൾ നെയിം കൊടുത്തിരിക്കുന്നത് ആ നെയിമിൽ തന്നെ ആയിരിക്കണം ലാസ്റ്റ് സിഗ്നേച്ചർ എന്നുള്ളതോടെ കൊടുക്കേണ്ടത്. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് പേരൊക്കെ ഫേസ്ബുക്കിൻ്റെ ഈ വർക്ക് ഒന്ന് ചെയ്തു തരുമോ, എൻ്റെ എറർ ഉണ്ട്, ബാങ്ക് ഡീറ്റെയിലൊക്കെ ഒന്ന് കൊടുത്തു തരുമോ, ഫേസ്ബുക്കിൻ്റെ വർക്ക് സർവീസ് എടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റിയെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നിങ്ങളുടെ ഒറിജിനൽ പേജ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യം, അതായത് നിങ്ങൾ ഒരുപാട് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പേജൊക്കെ നിങ്ങൾ മറ്റുള്ള വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിക്കായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ഉണ്ടായിക്കോളൂ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ പോളിസി ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഒറിജിനൽ നിങ്ങളുടെ പേജ് ഏതാണോ അതിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് പരീക്ഷിക്കരുത്. ആ പേജിനെ നിലനിർത്തുക, അതിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാതെ നോക്കുക. മറ്റുള്ള പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായിട്ടുള്ള എഡിറ്റിംഗ് പർപ്പസ് ചെയ്യുക. നല്ല രീതിയിൽ ഒരു പേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തു അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എടുത്തു, അത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവിൻ്റെ പരമാവധി എഡിറ്റിംഗ് പർപ്പസ് കൊണ്ടുവന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിലോട്ട് കൊണ്ടുവരിക, നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റാക്കി മാറ്റുക. അങ്ങനെയൊക്കെ എഡിറ്റിംഗ് പർപ്പസ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലിടാൻ പറ്റുള്ളൂ. എന്നിരുന്നാലേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. അല്ലാണ്ട് ചുമ്മാ അതിൽ നിന്ന് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാലം ജീവിച്ചു പോകാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തരികടയിലൂടെ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ എഫേർട്ട് എടുക്കണം, നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം, നമ്മുടേതായിട്ടുള്ള ഫേസ് വാല്യൂ, വോയിസ് ഓവർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ നല്ല ഏണിങ്സ് സമ്പാദിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ് ഫേസ്ബുക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു അപ്ഡേറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ പ്രവർത്തിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.